മലയാളികളെ ശരിക്കും ഞെട്ടിപ്പിച്ച സിനിമയായിരുന്നു സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണി. പോലീസുകാർ അടിവയറ്റിൽ ചവിട്ടി അലസിപ്പിച്ച തന്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ വിരുന്നൊരുക്കുന്ന ബിരിയാണി കാഴ്ചകൾ ഉൾപ്പെടെ നമ്മുടെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെ തിളയ്ക്കുന്ന പ്രശ്നങ്ങളെല്ലാം ബിരിയാണിയിൽ ഉണ്ടായിരുന്നു. ഇത്തരമൊരു സിനിമ മലയാളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുമില്ല. പല തിയേറ്ററുകളും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പോലും തയ്യാറായില്ല. പക്ഷേ നിരവധി അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങളാണ് ബിരിയാണി സ്വന്തമാക്കിയത്. മലയാളത്തിന്റെ അഭിമാനമായ അഭിനേത്രി കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള മോസ്കോ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്, സംസ്ഥാന പുരസ്കാരം, ഫിലിം ഫെയർ അവാർഡ് തുടങ്ങിയ ബഹുമതികൾ ബിരിയാണി നേടിക്കൊടുക്കുകയുണ്ടായി. ലോകത്തെമ്പാടുമായി 150-ലധികം ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച ബിരിയാണി സംവിധാനത്തിന് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ 45-ലേറെ പുരസ്കാരങ്ങളാണ് നേടിയെടുത്തത്. കനി കുസൃതിയുടെ പെർഫോമൻസ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ഷീരമുള്ളോരകിടിന് ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന പോലെ കനിയുടെ നഗ്ന ശരീരവും കിടപ്പറ രംഗങ്ങളുമായിരുന്നു പ്രബുദ്ധ മലയാളികൾ ആഘോഷിച്ചത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പോർണോ സൈറ്റുകളിൽ ഇപ്പോഴും റെക്കോർഡ് വ്യൂവേഴ്സുമായി കനിയുടെ ക്ലിപ്പിങ്ങുകൾ തകർത്തോടുന്നു. ബുദ്ധിജീവി സിനിമാ ചർച്ചകളിൽ പോലും ബിരിയാണിയെക്കുറിച്ച് സംസാരിക്കാൻ ഭയപ്പെടുന്ന അവസ്ഥ. കാനിൽ കനി കുസൃതി കയ്യിലേന്തിയ വാട്ടർമെലൺ ബാഗിന്റെ പൊളിറ്റിക്സ് ആഘോഷിക്കുന്നവർ പോലും ബിരിയാണിയിലെ പൊളിറ്റിക്സ് കണ്ടില്ലെന്ന് നടിച്ചതിനെ കുറിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയിരുന്നു: കനി കുസൃതി എന്ന നടി ഇതിനു മുമ്പ് ഇവിടെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഇടങ്ങളിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് നേടിയപ്പോൾ അവർ ഇതേപോലെ വാഴ്ത്തപ്പെട്ടിരുന്നോ? ഇല്ല. കാരണം അവർ അഭിനയിച്ച സിനിമ ബിരിയാണി ആയതിനാൽ. എന്താണ് ബിരിയാണി സിനിമ? ആ സിനിമയുടെ വേവിലും പൊന്തുന്ന ആവിയിലും ഉയരുന്ന ഗന്ധത്തിലുമൊക്കെ ഉള്ളത് മതത്തിന്റെ ചുമരിനുള്ളിൽ വെന്തു നീറുന്ന സ്ത്രീ ജീവിതമായിരുന്നു. നമുക്ക് ചുറ്റിലുമുള്ള യാഥാർത്ഥ്യങ്ങളെ കലയുടെ അടുപ്പിലിട്ട് പാകപ്പെടുത്തിയതാണ് സജിൻ ബാബുവിന്റെ ബിരിയാണി. സംസ്ഥാന അവാർഡും നിരവധി പുരസ്കാരങ്ങളും നേടിയ ഈ ചിത്രം ഒരു സംവിധായകന്റെ ഏറ്റവും ധീരമായ ചുവടുവെപ്പ്. എന്നിട്ടും സജിൻ ബാബുവിനെ കുറിച്ചും ബിരിയാണിയെക്കുറിച്ചും എത്ര ബുദ്ധിജീവികൾ എഴുതി? ആരുമില്ല. ജിയോ ബേബിയുടെ അടുക്കള സിങ്കിൽ ആർത്തിരമ്പിയ എഴുത്തീച്ചകളൊന്നും ബിരിയാണി ചെമ്പിൽ എത്തി നോക്കിയില്ല. കാരണം ഈ സിനിമയിലെ നായികയുടെ പേര് ഖദീജ എന്നാണ്. അവളുടെ ഭർത്താവ് അടിയുറച്ച ഇസ്ലാം മതവിശ്വാസിയാണ്. സിനിമയിലെ ഖദീജയുടെ സഹോദരൻ ഐസിസിൽ ആകൃഷ്ടനായി സിറിയയിൽ പോയി മരണപ്പെട്ട സൈനുവാണ്. കഥ നടക്കുന്നത് ഒരു നോമ്പുകാലത്താണ്. നായിക അടിവയറിൽ ചവിട്ടി പോലീസുകാർ അലസിപ്പിച്ച തന്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ വിരുന്നൊരുക്കുന്നുണ്ട്. ബിരിയാണി കാണിച്ചു തരുന്ന കാഴ്ചകൾ അസുഖകരമാണ്, അങ്ങേയറ്റം പ്രകോപനപരമാണ്, ഒപ്പം ആഴത്തിൽ മുറിപ്പെടുത്തുന്നതുമാണ്. ഒരു ഘട്ടത്തിൽ അത് വന്യവും ക്രൂരവുമായി മാറുന്നുമുണ്ട്. ബിരിയാണിയുടെ ചേരുവകളിലെല്ലാം ഉണ്ട്. സ്ത്രീയുണ്ട്, സ്ത്രീ വിരുദ്ധതയുണ്ട്, മതമുണ്ട്, അധികാരമുണ്ട്, സമൂഹമുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ വർത്തമാനകാലത്തിന്റെ തിളയ്ക്കുന്ന പ്രശ്നങ്ങളെല്ലാം ബിരിയാണിയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അഞ്ജു പാർവതി പ്രബീഷ് എഴുതിയിരുന്നത്. ഏതായാലും ബിരിയാണിക്ക് ശേഷം റിമ കല്ലിങ്കലിനെയാണ് സജിൻ ബാബു പുതിയ ചിത്രത്തിലെ നായികയാക്കിയിരിക്കുന്നത്. തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്നാണ് പുതിയ ചിത്രത്തിന്റെ പേര്. സിനിമയുടെ ചിത്രീകരണം വർക്കലയിലും പരിസരങ്ങളിലുമായി പൂർത്തിയായി. ഇന്നത്തെ ലോകത്ത് മനുഷ്യർ സ്വന്തം വിശ്വാസങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് യാഥാർത്ഥ്യങ്ങളെ സ്വയം വ്യാഖ്യാനിക്കുന്നതാണ് കഥയുടെ പ്രമേയമെന്ന് സജിൻ ബാബു പറയുന്നു. വൈറൽ യുഗത്തിന്റെ കഥയാണിത്. തിയേറ്ററുകളിലൂടെ തിയേറ്റർ സിനിമ ജനങ്ങളിൽ എത്തണം എന്നതാണ് ആഗ്രഹം. നല്ല മലയാളം സിനിമകൾ ലോകോത്തര ഫെസ്റ്റിവൽ വേദികളിൽ മാത്രമേ കാണാനാകൂ എന്ന സ്ഥിതി മാറണം എന്നും നിർമ്മാതാവ് അഞ്ജന ഫിലിപ്പ് പറയുന്നു. സജിൻ ബാബു തന്നെയാണ് ഈ സിനിമയുടെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങൾ നേടിയ അസ്തമയം വരെ, അയാൾ, ശശി തുടങ്ങിയ സിനിമകളും സജിൻ ബാബു രചിച്ച് സംവിധാനം ചെയ്തവയാണ്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.